നമസ്കാരം, സുഭാസാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുത്തു വരുന്നത് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിലെ ഒരു മറ്റൊരു ക്വസ്റ്റൻ ആണ്. എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതേപോലെ നമുക്ക് പല ക്വസ്റ്റൻസുകളും കാണുമ്പോൾ ചെയ്യാൻ തോന്നുന്നില്ല, പക്ഷെ അത് ചെയ്ത് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും ഇത്ര ഈസി ആയിരുന്നു തോന്നുന്നു. അങ്ങനെയാണ് മിക്ക ക്വസ്റ്റൻസുകളും. പിന്നെ കുറെ ക്വസ്റ്റൻസുകളുണ്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഒത്തിരി ഒന്നും ചെയ്യാനില്ല, ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് തരുന്നുണ്ട്. പിന്നെ മാത്സിന് നമ്മൾ സെപ്പറേറ്റ് ക്വസ്റ്റിന് ആൻസറോടുള്ള ഒരു പാക്കേജ് ഇവിടെ എക്സ്ട്രാ തരുന്നുണ്ട്, ക്ലാസ്സസ് കൂടാതെ. എല്ലാ ഷോർട്ട് ട്രിക്സും ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെറ്റീരിയൽസും ആണ് തരുന്നത്. ജോയിൻ ചെയ്യാൻ താഴെ നിന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡൗട്ട്സുകളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കുക. വാല്യൂ ഓഫ് സീക് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് 2 പ്ലസ് കൊസീക് സ്ക്വയർ കോട്ട് ഇൻവേഴ്സ് 3. ഇതാണ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. സീക് സ്ക്വയർ ടാൻ ഇൻവേഴ്സ് 2 പ്ലസ് കൊസീക് സ്ക്വയർ കോട്ട് ഇൻവേഴ്സ് 3യുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ റിസൾട്ട് യൂസ് ചെയ്യണം. നിങ്ങൾക്കറിയാം സീക് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എ, അല്ലെങ്കിൽ സി സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ആ റിസൾട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. അതൊരു കൊസീക് സ്ക്വയർ എക്സ്, കൊസീക് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ അത് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണ്. ഈ രണ്ട് റിസൾട്ടുകളെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത്. സീക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ, ആൻഡ് കൊസീക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. അപ്പൊ നമുക്ക് ഈ റിസൾട്ടിനെ നോക്കിക്കാണ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇയാളെ നിങ്ങളൊരു വെറും എ ആയിട്ട് കരുതുക. ഓക്കെ, അപ്പൊ സീക് സ്ക്വയർ എ ഈക്വൽ 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്ന് പറയുമ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ ടാൻ ഇൻവേഴ്സ് 2 കേട്ടോ, അങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. 1 പ്ലസ് ടാൻ സ്ക്വയർ ടാൻ ഇൻവേഴ്സ് 2 പ്ലസ് അതുപോലെ കൊസീക് സ്ക്വയർ ഇയാളെ നിങ്ങൾ എ ആയിട്ട് കരുതണം. അപ്പൊ ഇത് കൊസീക് സ്ക്വയർ 1 പ്ലസ് കോട്ട് സ്ക്വയർ അപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് 3. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കാൻ 1 പ്ലസ് 1 പ്ലസ് 1 ആൻസർ ആരാവും? 2 ആവും. ടാൻ സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 2ന്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. അതാണ് ഇങ്ങനെ ടാൻ സ്ക്വയർ ടാൻ ഇൻവേഴ്സ് 2 എന്നാണ് നമ്മുടെ സ്റ്റെപ്പ് കിടക്കുന്നത് അല്ലേ. ഇതിന് നമുക്ക് ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 2 എന്ന് പറഞ്ഞാൽ അത് 2 ആയിട്ട് മാറും കേട്ടോ. അപ്പൊ ഇത് എന്തായിട്ട് മാറി? 2 സ്ക്വയർ ആയിട്ട് മാറും. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 2 സ്ക്വയർ പ്ലസ് കോട്ട് സ്ക്വയർ ഓഫ് കോട്ട് ഇൻവേഴ്സ് 3 അതുപോലെ തന്നെയാണ് കോട്ട് ഓഫ് കോട്ട് ഇൻവേഴ്സ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് therefore this can be 3 സ്ക്വയർ. ഇപ്പൊ 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആൻസർ ഈസ് 2 പ്ലസ് 4 പ്ലസ് 9 ആൻസർ ഈസ് 15. ഓക്കെ, സിമ്പിൾ കണക്കാണ്, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതേപോലുള്ള ക്വസ്റ്റൻസുകൾ മീൻസ് ചെയ്യാൻ നമുക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷെ ഒന്ന് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറെ പ്രാക്ടീസ് നടത്തുമ്പോൾ നമുക്കൊരു എൻട്രൻസിനും അതേപോലെ നിങ്ങൾ ഇനി ഏത് കോഴ്സിന് പോകുന്ന എല്ലാത്തിനും വളരെ ഈസി ആയിട്ട് മാത്സിനെ അല്ല എല്ലാ സബ്ജക്റ്റും നന്നായി പഠിക്കാൻ പറ്റും. അത് ഈ എൻട്രൻസിന് പഠിക്കുന്നതിനുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രൻസ് കിട്ടിയോ കിട്ടിയില്ലോ അത് രണ്ടാമത്തെ കാര്യം, പക്ഷെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. ഇങ്ങനെയുള്ള ഹയർ കോഴ്സ് നമ്മളെ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഏതിനും നമ്മൾ പഠിക്കുന്ന അടുത്ത കോഴ്സുകൾക്ക് നല്ല പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ബുക്കിലോട്ട് എഴുതി വെച്ചാൽ നമുക്ക് എക്സാം എടുക്കുമ്പോൾ ഒക്കെ നോക്കി എഴുതാം. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ് ഫുൾ ക്വസ്റ്റ്യൻസ് കിട്ടും. ഗുഡ് ബൈ.